ശ്രീ വി വസീഫ്, നിങ്ങളുടെ മുൻ MLA മാർ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നത് കൊണ്ടാണ് അവർക്ക് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നാണ് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും കുറേ പേര് ഇവർ നേരത്തെ മുതൽ ഇങ്ങനെ BJP കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ K. കരുണാകരൻ്റെ മകളെ BJP കൊടുത്തു. ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അവരുടെ മുൻ മുഖ്യമന്ത്രിയും AICC നേതാവും ഇന്ത്യയിലെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അധികായൻ എന്ന് പറയുന്ന സാക്ഷാൽ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ BJP കൊടുത്തത്. അദ്ദേഹം ഇവരുടെ സോഷ്യൽ മീഡിയയുടെയും യുവജന വിഭാഗത്തിൻ്റെയും ഒക്കെ നേതാവായിരുന്നു. ഈ നമ്മുടെ K. മുരളീധരൻ്റെ സഹോദരി K. കരുണാകരൻ്റെ മകൾ എങ്ങനെയാണ് BJP പോകുന്നത്? ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ വന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്ന് BJP ചേർന്നിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തോടെ കൊടുക്കുക. അങ്ങനെ കൂട്ടത്തോടെ കൊടുക്കുന്ന ഇവരെ കുറിച്ച് എന്ത് പറയാനാ? ഇനിയിപ്പോ ജയിച്ചു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ PK ശശി, A. സുരേഷ്, G. സുധാകരൻ ഇവരൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ പട്ടിക പൂർത്തീകരിക്കാൻ പറ്റാത്തതെന്ന്. അതെ, അതുകൊണ്ടായിരിക്കും സുധാകരന്റെ വീട്ടിലേക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞും മുണ്ടിട്ടും മുണ്ടിടാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ PK ശശിയെയും അതുപോലെ തന്നെ ഈ സുധാകരനെയും കുറിച്ചൊക്കെ എത്ര കാലമായി പറയാൻ തുടങ്ങി. PK ശശി ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ മാത്രമല്ലേ? അങ്ങനെ എത്ര പാർട്ടി മെമ്പർമാരെ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് പേരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾ എടുത്തോ? അതിനാർക്കാ തർക്കം? അത് നിങ്ങൾക്കറിയില്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നൊക്കെ? നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഇതൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടി മെമ്പറായിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നിങ്ങൾ മലമ്പുഴയിൽ നിർത്താൻ പോകുന്ന ആളെന്ന 13 വർഷമായി ഞങ്ങളെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല, ഞങ്ങളെ പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെയൊക്കെയാണ് നിങ്ങളിങ്ങനെ പ്രതിസന്ധിയായി കാണുന്നത്. ആവട്ടെ, അതൊക്കെ നടക്കട്ടെ. ഞങ്ങൾ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം കേരളത്തിൻ്റെ ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ പാനൽ അവതരിപ്പിച്ചു. ആ പാനൽ അവതരിപ്പിക്കുകയും മിനിറ്റുകൾക്കകം കേരളത്തിലുടനീളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിലൂടെ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയി. സംഘടനാ രംഗത്ത് ഏറ്റവും കൃത്യമായ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ UDF സംവിധാനത്തെ എങ്ങനെയാണ് ഈ ജനം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പാനലിൽ അഭിപ്രായ വ്യത്യാസം അത് ആരുടേതും ഉണ്ടാവും. ചിലപ്പോൾ 1-2 പേർക്കൊക്കെ സീറ്റ് കിട്ടാത്ത ഒരു പ്രയാസം, സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ നിരാശ, സ്ഥാനം കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെ ഞങ്ങൾ അവരുടെ മുന്നിൽ അങ്ങ് മുട്ടുമടക്കി അങ്ങനെ ഞങ്ങളുടെ പാനൽ ഇന്നലെ വരെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും വർഗവഞ്ചകർ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. TK ഗോവിന്ദൻ വർഗവഞ്ചകനാണ്, G. സുധാകരൻ വർഗവഞ്ചകനാണ്, ആ നിലയ്ക്കാണല്ലോ. അല്ലേ? തീർച്ചയായിട്ടും അതിനെന്താ പ്രശ്നം? അവരൊക്കെ എന്താ ചെയ്തത്? ഞങ്ങൾക്ക് മത്സരിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണയും മറ്റു പലരുടെയും പിന്തുണയും ആഗ്രഹിച്ച് പോവാണ്. അങ്ങനെയുള്ളവരോട് എന്താ പറയേണ്ടത്? വർഗസ്നേഹി എന്നാണോ പറയേണ്ടത്? അങ്ങനെ പറയാൻ തൽക്കാലം സൗകര്യമില്ല. വർഗവഞ്ചകർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾ ഈ വർഗസ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് വർഗപരമായ മുന്നേറ്റത്തിന്, വർഗസമരത്തിലൂടെ ഈ നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരെ ഇവിടെ വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഈ സംവിധാനത്തെ, ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ വർഗവഞ്ചകർ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക്. അങ്ങനെ ഈ വർഗവഞ്ചകർ നാടി വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ പര്യാപ്തരായവരാണോ ഇക്കാലം അത്രയും നിങ്ങളുടെ നേതാക്കളായി തുറന്നത്? അല്ല, നിങ്ങൾ ഇപ്പൊ പോയവരെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചോ? അതിലിപ്പോ പറഞ്ഞ TK ഗോവിന്ദൻ്റെത് ശരി, ഇപ്പോ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെയും പ്രായവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾ. ഇവിടെ നമുക്കൊക്കെ അറിയാലോ, MB രാഘവൻ ഇറങ്ങിപ്പോയ പാർട്ടിയല്ലേ ഇത്? അങ്ങനെ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ സംഘടനയാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ മൂവ്മെന്റ് ആകുമ്പോൾ 1-2 പേർക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. 140 പേരെയല്ലേ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പറ്റൂ. ഇത് അങ്ങനെ അല്ലല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസിന്റെ MLA-മാർ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവരൊക്കെ ഉറച്ച് കോൺഗ്രസിൽ നിൽക്കുമോ? നിന്ന് അനുഭവം ഉണ്ടോ നമ്മുടെ രാജ്യത്ത്? പോകട്ടെ, രാജ്യത്ത് പോട്ടെ. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ ഞങ്ങളാ ജയിച്ചത്. അവിടെ 8 സീറ്റാ കോൺഗ്രസിനുള്ളത്. BJP-യെ കൂട്ടി അവർ ഒരുമിച്ച് ഭരിക്കുകയല്ലേ? നിങ്ങളും ചർച്ച ചെയ്തല്ലോ 1-2 ദിവസം. ആ ചർച്ച ചെയ്തപ്പോൾ ഇവരുടെ DCC പ്രസിഡന്റ് പറഞ്ഞത് ഉടൻ രാജിവെക്കും, ഇന്ന് രാജിവെക്കും, നാളെ നടപടി അല്ലേ? ഇപ്പോൾ അവർ ഭരിക്കുകയല്ലേ അവിടെ, കോൺഗ്രസും BJP-യും ചേർന്നുകൊണ്ട്. അത് രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണ്. ഇവർ നടപടി എടുത്തോ? ഇവർ വർഗവഞ്ചകർ എന്ന് പോകട്ടെ,
ഈ പറയുന്ന BJP-യുമായി കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് ഭരണം നടത്തുന്നവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ ഇവര്? ഇത് അവിടെ മാത്രമല്ല, കുമരകത്തുണ്ട്, മാളയിലുണ്ട്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന മാളയിൽ വളരെ നേരത്തെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചതാ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാളയിലും കുമരകത്തും മറ്റത്തൂരുമെല്ലാം ജയിച്ചു കഴിഞ്ഞ ഈ കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ ജയിച്ചു കഴിഞ്ഞ നേതാക്കന്മാരാണോ BJP-യുമായി കൂടിച്ചേർന്ന് ഭരണം നടത്തുന്നത് അധികാരത്തിന് വേണ്ടി? അവരോടെല്ലാം മൃദു സമീപനമാണ് സ്വീകരിച്ചത്. അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ അവർക്കെതിരെ ഒരു വാക്കുകൊണ്ടെങ്കിലും അരുതെന്ന് പറയാനോ ഈ കോൺഗ്രസിന് ത്രാണിയില്ല, നട്ടലില്ല. എന്നിട്ടാ വന്ന് പറയുന്നത് PK ശശി പോലും ഭയങ്കര തീവ്രത അളക്കുന്ന ആളുകളായിരുന്നല്ലോ ഇവര്, ഞങ്ങളായിരുന്നില്ലല്ലോ. എന്തൊക്കെ ആക്ഷേപം പറഞ്ഞവരാ. എന്നിട്ട് ഇപ്പൊ പിന്നാലെ നടന്ന് പൂമാലയും കൊടുത്ത് നടക്കുക. അല്ല, ഇത്രയും കാലം പൂമാലയും അവിടെയും ഉണ്ടായിരുന്നല്ലോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണല്ലോ പാർട്ടി ഓഫീസുകളെ അനാശാസ്യ കേന്ദ്രമാക്കി എന്ന നിലയ്ക്കൊക്കെ പറഞ്ഞത്. അതിന് മുൻപ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതിനൊക്കെ വളരെ കൃത്യമായി, അല്ല, അതിനെതിരെയൊക്കെ കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതോ അതൊരു പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് പറ്റിയ തെറ്റാണ്, അത് തിരുത്തി, അവരെന്നെ തിരുത്തി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അതൊക്കെ പറയുന്ന ഒരു ബോധ്യത്തിൽ നിന്നാണല്ലോ വി വസീഫ്. അങ്ങനെ PK ശശിക്ക് തോന്നിയതുപോലെ പാർട്ടി ഓഫീസുകളെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറയുകയാണ്. പീഡന വീരനാണ് എന്ന് ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി പറയുകയാണ്. എന്തുകൊണ്ടാണ് വർഷങ്ങളായി? ഞാൻ ഒറ്റ മിനിറ്റ് ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന PK ശശി എങ്ങനെയാണ് പാർട്ടി മെമ്പറായി ചുരുങ്ങിയത്? പാർട്ടി മെമ്പറും മറ്റു സ്ഥാനങ്ങളിലിരുന്ന സുരേഷ് എങ്ങനെയാണ് 13 കൊല്ലമായി പുറത്തിരുന്നത്? അവരെ ഞങ്ങളുടെ പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനം, അതായത് നേതൃസ്ഥാനത്ത് ഇരുത്താൻ പറ്റാത്ത തരത്തിൽ അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിൽ വെച്ചതാ. വീണ്ടും അവർ തിരുത്തുമെന്ന് കരുതിയ മെമ്പർഷിപ്പിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ സുരേഷിന് മെമ്പർഷിപ്പിലും കൊടുത്തിട്ടില്ല. ശരി, ഓക്കെ. അവർ തിരുത്തുന്നില്ല, അവർ മറ്റു പല രീതിയിലേക്കും പോവുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് BJP-യുമായി കൈകൊടുക്കുന്നവരായി വരും. ഓക്കെ, ശരി. ശ്രീ Debate with Madhu Saji.